സുഹൃത്തുക്കളെ നമ്മളെ ഒരു ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ വാൾ മൗണ്ട് ക്ലോസറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ജോഗറിൻ്റെ ഒരു സിംഗിൾ ഫ്ലഷ് വാൾവാണ് കേട്ടോ. ഇതിൽ തന്നെ ഡ്യൂവലായിട്ടുള്ള ഫ്ലഷ് കിട്ടും, സിംഗിൾ ഫ്ലഷും കിട്ടും. നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് സിംഗിൾ ഫ്ലഷ് വാൾവാണ്. ഡ്യൂവലാകുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് കൂട്ടി വെച്ചാൽ നമ്മൾ ചെറിയ ഫ്ലഷ് അമർത്തി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോകുള്ളൂ. അതാണ് ഡ്യൂവൽ ഫ്ലഷും സിംഗിൾ ഫ്ലഷും നമ്മൾ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇതിനൊപ്പം വരുന്നത് ഇതിൻ്റെ പ്ലേറ്റ്, റൗണ്ട് പ്ലേറ്റും സ്ക്വയർ പ്ലേറ്റും ഒക്കെ കിട്ടും. നമ്മൾ മേടിച്ചിട്ടുള്ളത് റൗണ്ട് പ്ലേറ്റ് ആണ്. അപ്പോൾ പിന്നീട് ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ FTA ടൈറ്റ് ചെയ്യണ ഒരു ടൈറ്റർ ഉണ്ടാവും. അത് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുക. അതിൽ തടസ്സയിലും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ വാഷുള്ളതാണ്, വാഷ് ടൈപ്പാണ്. നമുക്കൊരു അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അടിഭാഗത്തെ 1.5 പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വാഷ് ടൈറ്റ് ചെയ്യണത്. അതിൻ്റെ ഒപ്പം കമ്പനി തരുന്നതാണ് വാഷ്. അതുപോലെ തന്നെ 1.5 ഫിറ്റിങ്സ് നമുക്ക് ഇതിന് വേണ്ടി 1.5 MTA, അതുപോലെ 1.25 FTA ആണ് ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. 1.5 FTA സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ത്രെഡിൽ ടൈറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ത്രെഡ്. അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഷവർ കോർക്ക് സെറ്റ് ചെയ്യണ പോലെ അത് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഷവർ കോർക്ക് ടൈറ്റ് ചെയ്യണ പോലെ നമ്മൾ ചാക്ക് ചരടും നമ്മളങ്ങനെ ചെയ്യാറ് കേട്ടോ. ചാക്ക് ചരട്, ഷെല്ലാക്ക്, ത്രെഡ്സിൽ ഇത് 3 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യാറ്. ആദ്യം ചാക്ക് ചരട് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക, ചിറ്റി കൊടുക്കുക. അതിനുശേഷം ഷെല്ലാക്ക് വീണ്ടും തേച്ചതിന് ശേഷം നമ്മൾ ത്രെഡ്സിൽ ചിറ്റുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. നമുക്ക് കറക്റ്റ് ടൈറ്റിങ് കിട്ടും. ഓവർ ടൈറ്റ് ചെയ്യാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഷവർ കോക്ക് ടൈറ്റ് ചെയ്യണവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 1.5 ഇതിന് ഇൻലെറ്റിലേക്ക് എപ്പോഴും 1.5 പൈപ്പ് കൊണ്ടുവരണം. എവിടെ ഫ്ലഷ് വാൾവ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതുവരെ 1.5 പൈപ്പ് കൊണ്ടുവരണം. ഈ MTയിലേക്ക് 1.5 പൈപ്പാണ് നമ്മൾ ടാങ്കിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ടാങ്കിൽ നിന്ന് സെപ്പറേറ്റ് ലൈൻ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ 4 ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ 4 ഫ്ലഷ് വാൾവ് ഉണ്ടെങ്കിൽ, വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പൈപ്പ് ഇറക്കുക. എന്നിട്ട് ചുറ്റും 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഓടിച്ചിട്ട് ഓരോ ഫ്ലഷ് വാൾവിലേക്ക് ഓരോ 1.5 കയറ്റുക. ഒറ്റ ലൈനായിട്ട് ടാങ്കിൽ നിന്ന് ഇറക്കേണ്ട ആവശ്യമുള്ളൂ. ഓരോ ബാത്റൂമിലേക്ക് ഓരോ ലൈനൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ചിലവാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് വീടുകളൊക്കെ ആകുമ്പോൾ, സാധാ വീടുകളൊക്കെ ആകുമ്പോൾ ഇത്രേൻ്റെ ആവശ്യം വരുന്നുള്ളൂ. 2 ഇഞ്ച് ലൈൻ ഇറക്കുക. അതുപോലെ ഓരോ ഇതിലേക്ക് എന്നിട്ട് 1.5 കയറ്റി കൊടുക്കുക. അത്രേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സെക്കൻഡ് ഫ്ലോറിലായാലും നല്ല പ്രഷർ കിട്ടും. കാരണം നമ്മൾ ടാങ്കി മുകളിൽ വെച്ചാൽ ചിലപ്പോൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടും. വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അതുപോലെ പ്രശ്നങ്ങളോ നല്ലത്, അതുപോലെ ഫ്ലഷ് വാൾവാണോ നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്ലഷ് വാൾവാണ്. കാരണം ഫ്ലഷ് ടാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റും കുറവാണ് ഇതിന്, ഫ്ലഷ് വാൾവിന്. അതുപോലെ പണി നമുക്ക് കുറവാണ്. ഫ്ലഷ് ടാങ്ക് ആകുമ്പോൾ അത് ഭയങ്കര റേറ്റും മെയിൻ്റെനൻസും കുറച്ച് കൂടുതലാണ്. അതുപോലെ പണിയും ലേബറും നമുക്ക് കൂടുതലായിട്ട് വരും. ടൈൽ വർക്ക് ആയാലും ഒക്കെ കൂടുതൽ വരും. ചിലപ്പോൾ ചെമര് കട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചെമരിൽ നിന്ന് പുറത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈൽ വർക്കും അതുപോലെ അങ്ങനെ പണി കൂടുതൽ കാരണം നമ്മൾ കൂടുതൽ ഫ്ലഷ് വാൾവാണ് ഉപയോഗിക്കാറ്. സ്റ്റാൻഡേർഡായിട്ട് കാണാൻ ഭംഗി ചിലർക്ക് ഇഷ്ടപ്പെടുക ഫ്ലഷ് ടാങ്കാണ്. കാരണം അതിന് നല്ല ഫിനിഷിങ് കാര്യം കിട്ടും, അതിൻ്റെ പ്ലേറ്റ് കാണാനൊക്കെ ഇട്ട്. അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ഫ്ലഷ് വാൾവും കാണാൻ ഭംഗി കുറവൊന്നുമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടില്ല മാത്രം. പക്ഷേ കാണാൻ കുഴപ്പമൊന്നുമില്ല. അത് ഫിനിഷ് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലഷ് വാൾവ് ഇതിൽ ടൈറ്റ് ചെയ്യുക. അതിനിടയിൽ ഔട്ട്ലെറ്റിൽ 1.25 FTA ഇതുപോലെ ത്രെഡ്സിലിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ കട്ട് ചെയ്ത സ്ഥലത്ത് കൊണ്ടിട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഫുള്ളായിട്ട് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് സെറ്റ് ചെയ്യണം. കാരണം ഫ്ലഷ് അടിക്കുമ്പോൾ ആ ഒരു ജെർക്കിങ് വരരുത്. പൈപ്പിൽ എൽബയൊക്കെ ലോഡാക്കി നിർത്തി ഫുള്ള് സിമെൻ്റ് ഇട്ട് സെറ്റ് ചെയ്യണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും.
ഇതിൻ്റെ ടൈലിൻ്റെ അളവ് വരുന്നത് ഇതായി നട്ടാണ്. ഫ്ലഷിൻ്റെ നമ്മളാ ടെസ്റ്ററിൻ്റെ എൻ്റെ നിൽക്കുന്ന ഭാഗം ടൈല് ഫിനിഷ് ചെയ്ത് പോകണം. അത് മൂടി പോകണം ടൈൽ ഒട്ടിക്കുന്ന സമയത്ത്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ അടി അത് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ പ്ലേറ്റ് ഇടുമ്പോൾ തട്ടും. പ്ലേറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പും കഴിഞ്ഞ് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ പ്ലേറ്റ് ഇടുമ്പോൾ ഫുള്ളായിട്ട് മുട്ടിക്കില്ല, പുറത്തേക്ക് വെക്കും. അപ്പോൾ ആളൊരു ടൈല് വേറെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഫ്ലഷ് വാൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ 1.5 പൈപ്പിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്മിലിട്ട് നന്നായി ഉറപ്പിക്കണം, ചെക്ക് ചെയ്തതിന് ശേഷം. ഫ്ലഷ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ലോഡ് വരും. ഫ്ലഷ് ചെയ്യുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ലോഡാവുന്ന സമയത്ത് വെള്ളം വന്ന് ക്ലോസറ്റിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ പൈപ്പ് ഇളകാത്ത രീതിയിൽ നമ്മളിപ്പോഴും സിമ്മിലിട്ട് ഉള്ളിൽ ഉറപ്പിക്കണം. ഇളകി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുമ്പോൾ കഴിഞ്ഞാൽ പൈപ്പ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം. അതുപോലെ പാച്ച് ചെയ്യുക, ഫുൾ ലോഡാക്കുക. എല്ലാ എൽബോകളും കറക്റ്റ് സെറ്റ് ചെയ്ത് ലോഡാക്കി കഴിഞ്ഞാൽ ഫ്ലഷ് വാൾ സെറ്റിങ് ഏകദേശം ക്ലിയറായി. ബാക്കി നമ്മൾ ക്ലോസറ്റിൻ്റെ അളവ് നോക്കി 1.5 4 സെറ്റ് ചെയ്യുക. ഏത് ക്ലോസറ്റാണ് വരുന്നത് വെച്ചാൽ സെറ്റ് ചെയ്യുക. അളവ് നോക്കിയിട്ട് സെൻറ്റർ ടു സെൻറ്റർ അളവ് നോക്കുക. അതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഷ് വാൾവിൻ്റെ സെറ്റിങ് കംപ്ലീറ്റ് ആയി.